ജീവന് ഭീഷണിയാണ്. ചെറുതായിട്ട് ഒരു വലിയ മാഫിയക്കെതിരെയാണ് നിങ്ങൾ സംസാരിച്ചത്. അതെ, അതുകൊണ്ടാണ് ഇപ്പോ അക്കൗണ്ട് പോലും ഇല്ലാതെ തിരിച്ചേണ്ടി വരുന്നത്. എന്തൊക്കെയായിരുന്നു താങ്കൾ വെളിപ്പെടുത്തിയ അവസാനത്തെ വീഡിയോ സംസാരിക്കുന്നതിന് മുമ്പേ എന്റെ കസിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. അനാൻഷ ഈ പൈസ വാങ്ങി എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുക്കുന്നു. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പുള്ളിയുടെ റിമൂവ് ചെയ്തു. ഇത് ചെയ്ത വ്യക്തിയാണ് അനാൻഷ. മലപ്പുറത്ത് ആൾക്കാരൊക്കെ ഇയാൾ കണ്ട ദൈവമാണ്. നമസ്കാരം. സോഷ്യൽ മീഡിയ താരം എന്റെ കാസറ്റ് എന്ന അബ്ദുൽ ഹക്കീമിന്റെ ലഹരി ഉപയോഗത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഡോക്ടർ ഡ്രേക്ക് എന്ന ഇൻസ്റ്റാഗ്രാം പേജാണ്. അതിൽ ബ്ലോഗറുടെ പേര് അനന്തൂർ സുനിൽ എന്നാണ്. ഇപ്പോൾ ആ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കാണുന്നില്ല. എന്താണ് സംഭവിച്ചത്? അനന്തൂർ സുനിൽ നമ്മളോട് ചെയ്തത്. നമസ്കാരം അനന്തൂർ. എന്താണ് ഇപ്പം നിങ്ങളുടെ അക്കൗണ്ട് കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? പണ്ടും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ചാനൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് ഒരു സ്കാം അക്യൂസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സ്റ്റാഫിന് സാലറി കൊടുക്കുന്നില്ല, അവിടുത്തെ ഇൻവെസ്റ്റേഴ്സിന് സാലറി കൊടുക്കുന്നില്ല എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയും അന്നാണ് എന്റെ 3,51,000 അക്കൗണ്ട് ഇതേപോലെ തന്നെ ഡിസേബിൾ ആക്കി തന്നത്. അതിനുശേഷം ഞാനിപ്പോ ലാസ്റ്റ് സംസാരിച്ച വിഷയം എന്റെ കാസറ്റിന്റെയും അനാൻഷന്റെയും ഒരുമിച്ച് ചെയ്തിട്ടുള്ള മണി എക്സ്റ്റോർഷന്റെ കാര്യമായിരുന്നു. ഈ മണി എക്സ്റ്റോർഷൻ സംസാരിച്ച ആദ്യത്തെ വീഡിയോ ഏകദേശം 4-5 മില്യൺ ആൾക്കാർ കാണുകയും അടുത്ത വീഡിയോ നമ്മൾ അരമണിക്കൂറിൽ തന്നെ 1 മില്യൺ എത്തുകയും ചെയ്ത സമയത്താണ് നമ്മുടെ അക്കൗണ്ടിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ വെച്ചിട്ട് ഡിസേബിൾ ചെയ്തത്. നൽകിയതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു താങ്കൾ വെളിപ്പെടുത്തിയ വീഡിയോ? അവസാനത്തെ വീഡിയോ സംസാരിക്കുന്നതിന് മുമ്പേ എന്റെ കാസറ്റിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. എന്റെ കാസറ്റ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലായിരുന്നു. അൻബിൻ എന്ന് പറഞ്ഞിട്ട് UK-യിലുള്ള ഒരു മലയാളി ഒരു ആളെ കുറിച്ചിട്ട് ഞാൻ കോണ്ടന്റ് ചെയ്തിരുന്നു. ആ കോണ്ടന്റ് ഏകദേശം 15ഓളം മില്യൺ ആൾക്കാർ കാണുകയും ആ സമയത്ത് എന്താ പറയാ അടുത്ത കോണ്ടന്റ് നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സുനിലോജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കോണ്ടന്റ് എന്റെ അടുത്ത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അന്നും എനിക്ക് ഈ പറയുന്ന തെളിവ് ഒരുപാട് പ്രയോറിറ്റി വെച്ചിരുന്നത് കാരണം കുറച്ച് തെളിവുകൾ എന്നെ കാണിച്ചിരുന്നു. പിന്നീടാണെന്ന് മനസ്സിലായത് അതിനകത്ത് കുറച്ച് ഫാബ്രിക്കേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന കോണ്ടന്റ് നമുക്ക് ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇയാള് എന്നെയും കൂടെ ഒരുമിച്ച് ഈ കോണ്ടന്റ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഈ സുനിലോജിയുടെ കോണ്ടന്റ് അദ്ദേഹം വലിച്ചിരുന്നു. അങ്ങനെ വലിച്ചിട്ടതിന് ശേഷം ഈ പറയുന്ന കുറച്ച് സൗഹൃദം പോയി. അതിനുശേഷം ഞങ്ങള് കുറച്ച് പേഴ്സണൽ പ്രശ്നങ്ങൾ കാരണം സംസാരിക്കാനൊക്കെ ആയി. പിന്നെ ഞാൻ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഈ ചാൽപോക്കിന്റെ വീഡിയോ ചെയ്തതോടെ ഇൻസ്റ്റാഗ്രാം വീണ്ടും പോയി. ആ ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഞാൻ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എന്റെ പേരിൽ ഇവൻ കുറച്ച് ആൾക്കാരുടെ അടുത്തുനിന്ന് പിന്നെ കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പേജ് ഉണ്ട്. ഈ പേജിന്റെ പേരിലൊക്കെ ഇവൻ ആൾക്കാരുടെ സെറ്റിൽമെന്റ് മേടിക്കുന്നത് അബ്ദുൽ ഹക്കീം. അങ്ങനെയാണ് ഞാൻ എന്നാ പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് വന്നിട്ട് വീഡിയോ കോണ്ടന്റ് ചെയ്യുന്നത്. ആ കോണ്ടന്റ് ചെയ്യുന്നതോടെ ആണ് പിന്നെ ഞാൻ അറിയുന്നത് ഈ പറയുന്ന കാട്ടാളൻ സിനിമയുടെ ഇടയ്ക്ക് നടന്നുള്ളൊരു പ്രശ്നം. ആ പ്രശ്നത്തിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോ ആണ് ലാസ്റ്റ് ഹനാൻഷയുടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഹനാൻഷയുടെ വിഷയം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹനാൻഷ ഇതിനകത്ത് പറയുന്നുണ്ട് അബ്ദുൽ ഹക്കീമിനെ എന്റെ അടുത്ത് വലിയ പരിചയമില്ല, ഞങ്ങൾ സുഹൃത്തുക്കളല്ല, ഞങ്ങൾ ചെറിയൊരു പരിചയം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഹനാൻഷ പറയുന്നത്. അതുകൊണ്ട് മാത്രം സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിനകത്ത് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞിട്ട് 25 ലക്ഷം രൂപ ഹനാൻഷ മീഡിയേറ്റ് ചെയ്തിട്ട് അബ്ദുൽ ഹക്കീമിന് വാങ്ങിക്കൊടുത്തു. അതുപോലെ തന്നെ ഹനാൻഷ പറയുന്നുണ്ട് ഈ പൈസ ഹനാൻഷ എടുത്ത് ഹക്കീമിന് കൊടുക്കുകയോ ചെയ്ത് നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്തൊരു ചോദ്യസ്ഥിതിയുണ്ട്. അതായത് സദാദ് എന്ന് പറയുന്ന ഹനാൻഷയുടെ കൂട്ടുകാരൻ അയാൾ വർക്ക് ചെയ്യുന്നത് എടപ്പാളുള്ള അവിടെയാണ് ഈ സദാദ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതേ ആളുടെ കട ഇനോഗ്രേഷൻ ചെയ്തത് ഹനാൻഷയായിരുന്നു കുറച്ചാൾ മുമ്പ്. ഇനി ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തിനാണ് സദാദിന്റെ അക്കൗണ്ടിൽ വന്ന 7.5 ലക്ഷം രൂപ ഈ കടയുടെ ഉടമയുടെ അക്കൗണ്ടിലൂടെ അയക്കേണ്ടി വരുന്നത്? ആ അക്കൗണ്ട് വലിച്ചെടുത്ത് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയുടെ ഉടമയുടെ അടുത്ത് വിളിച്ചന്വേഷിച്ചപ്പോ ആ 7.5 ലക്ഷം രൂപ സദാദിന്റെ അളിയന് കുറിയിൽ കിട്ടിയ പൈസയാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ സെറ്റിൽമെന്റ് പൈസ അല്ല. എന്നാ പിന്നെ ആ പൈസ എടുത്ത് കൊടുത്തതിന് പ്രൂഫില്ല. ഇതിപ്പോഴും അക്കൗണ്ടിൽ ആ പൈസ മനസ്സിലായോ ഈ ഗോൾഡ് ഉടമയുടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറച്ച് വയാനായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പൊ ഈ ചോദ്യങ്ങളൊന്നും ഉത്തരം ഇവർക്കില്ല. ഞാൻ പറഞ്ഞു ഇവർക്ക് ഞാൻ പറയുന്നത് ഡിഫമേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇവർക്ക് ലീഗലി നേരിടാം. ഡിഫമേഷൻ സ്യൂട്ട് കൊടുക്കാം, എന്റെ പേര് ലീഗൽ നോട്ടീസ് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ വേറൊരു മതം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇവരെന്താ ചെയ്തത്? ഇവർക്കിത് ഈ സത്യം ഇവർക്ക് സംസാരിക്കാൻ താല്പര്യം. അപ്പൊ ഇവർ ചെയ്യുന്ന എന്താണ്? ഇതേപോലെ നമ്മുടെ അക്കൗണ്ട് പൊട്ടിക്കുക, നമ്മുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്യിക്കുക, ഇതൊക്കെ ഇവർ ചെയ്യാറുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിതൊന്ന് കുറച്ച് ആൾക്കാർക്കൊന്നും പറയാം. കാരണം നമ്മുടെ സത്യം അറിയണമല്ലോ. ചോദ്യം ചെയ്യപ്പെടണം അവരൊക്കെ. കാരണം ഇവർക്ക് അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റത്തില്ല. ഹനാൻഷ ഈ പൈസ വാങ്ങി എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് പുള്ളി തന്നെ റിമൂവ് ചെയ്തു. മനസ്സിലായോ? അബ്ദുൽ ഹക്കീമിന് വേണ്ടിയിട്ട് പണം വാങ്ങിക്കൊടുത്തു. പിന്നെ ഹനാൻഷ പറയുന്നുണ്ട് ഒരു 25 ലക്ഷം രൂപയെ മാത്രമേ മീഡിയേഷൻ നിന്നിട്ടുള്ളൂ.
അതിനുശേഷം വീണ്ടും ഒരു 50 ലക്ഷത്തിനും കൂടെ വേണ്ടിയിട്ട് ഹനാൻഷ മീഡിയേഷന് വേണ്ടി നിന്നു. അതിന് പെപ്പെ സമ്മതിച്ചില്ല. കാരണം ഈ 25 ലക്ഷം രൂപ തന്നെ മേടിച്ചു കൊടുത്തത് പെപ്പയുടെ ഭാഗത്തോ ഈ പറയുന്ന മൂവിയുടെ പ്രൊഡക്ഷന്റെ ഭാഗത്തോ ഒന്നും തെറ്റുണ്ടായതൊന്നല്ല. ഒരു കള്ള ഫേക്ക് കേസാണ് ഈ പെൺകൊച്ചിനെ കൊണ്ട് കൊടുത്തത്. ഈ പെൺകൊച്ചുമായിട്ട് നടന്നിട്ടുള്ള ബന്ധം കൺസെൻഷ്യൽ ആണ്. അത് ഈ പെൺകുട്ടി തന്നെ അഗ്രി ചെയ്യുന്നുണ്ട്. അതെ, ആന്റണി പെപ്പയുടെ ഈ വിഷയം. ഈ ആന്റണി പെപ്പയുടെ ഈ വിഷയത്തിന് അത് ആ പെൺകുട്ടിക്ക് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. അതായത് നിയമപരമായിട്ട് പ്രശ്നങ്ങളില്ലായിരുന്നു. സെക്ഷൽ അസോൾട്ട് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ എക്സ്റ്റോഷനോ വേറെ രീതിയിലുള്ള ഫിസിക്കൽ വയലൻസോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇല്ലാതിരുന്ന ഒരു വ്യക്തിനകത്ത് എങ്ങനെയാണ് ഇവര് റേപ്പിന് കേസ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പൊ അതെങ്ങനെ ഈ ആന്റണി പെപ്പയ്ക്കെതിരെ ഈ ഒരു ആരോപണമായിട്ട് ഹക്കിംഗ് വരുന്നത്? ഈ പറയുന്ന പെൺകുട്ടിയും പെപ്പയും കൂടെ പണ്ട് കൺസെൻഷ്യലായിട്ട് കുറെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആ ബന്ധം പെപ്പ നിർത്തിയതിനു ശേഷം ഈ പെണ്ണിന് പെപ്പയോട് ഉണ്ടായിരുന്ന വൈരാഗ്യവും ദേഷ്യവും എല്ലാം കാരണം ഈ പ്രശ്നം നിന്നിട്ട് ഇൻസ്റ്റാഗ്രാം കോടതിയായിട്ടുള്ള അബ്ദുൽ ഹക്കീമിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പൊ കോടതി തന്നെ ജഡ്ജി തന്നെ പ്രഖ്യാപിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് ഒരു റേപ്പ് കേസ് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണെന്ത് ചെയ്തു? ഈ പെണ്ണിന്റെ ഫോർമാറ്റ് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന എന്റെ കാസറ്റ് പേജ് അയച്ചു കൊടുക്കുകയും ഈ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിനെ ഫോഴ്സ് ചെയ്ത് കേസ് കൊടുക്കുകയും ചെയ്തു. അത് തന്നെ വലിയ ഗ്രാവിറ്റി ഉള്ള സിറ്റുവേഷൻ ആണ്. ഇല്ലാത്ത ഒരു റേപ്പ് കേസാണ് കൊടുക്കുന്നത്. ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഫേക്ക് റേപ്പ് കേസ് കാരണം ഒരുപാട് യഥാർത്ഥ റേപ്പ് വിക്ടിംസ് വരെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഈ ഊളക്കളി കൊണ്ടുവരിക. എന്നിട്ട് എന്താ സംഭവിച്ചത്? എന്നിട്ടിപ്പോ ആ പെൺകുട്ടിക്ക് പരാതികൾ ഒന്നുമില്ല. കാരണം ഇത് പറഞ്ഞിട്ട് ആണ് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ആന്റണി പെപ്പയുടെ പണം വാങ്ങിയത്. അതായത് സിനിമയുടെ OTT സെയിൽ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ പ്രശ്നം വരുന്നതും. ഈ പ്രശ്നത്തിനെ കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ പറ്റത്തില്ല. അപ്പൊ ഒരു സിനിമയുടെ സെയിൽ നടക്കാൻ നേരത്ത് ഇപ്പൊ പ്രധാന നടനെ കുറിച്ച് ഫേക്ക് ആണെങ്കിൽ ഒരു റേപ്പ് അലിഗേഷൻ വരാൻ നേരത്ത് സിനിമയെ ബാധിക്കും. അപ്പൊ അത് അവർക്ക് കൊടുത്ത് ഒഴിവാക്കുക എന്നല്ലാതെ വേറൊരു മാർഗമില്ലാതായി. അതിനാണ് അവരത് നിന്നത്. വീണ്ടും എന്നിട്ട് ഹനാൻഷ എന്നിട്ട് ചോദിച്ചു അബ്ദുൽ ഹക്കീമിനെ വീണ്ടും 50 ലക്ഷം ആവശ്യപ്പെടുന്നത്. അന്ന് പെപ്പ ഇവിടെ നേരെ ഷാർജയിൽ പോയിട്ട് ഷാർജയില് 17-ാം തീയതി എന്താണ് ഏപ്രിൽ 17-ാം തീയതി അബ്ദുൽ ഹക്കീമിന്റെ പേരിൽ എക്സ്റ്റോർഷനും ഈ പറയുന്ന ഫേക്ക് കേസിനും വേണ്ടിയിട്ട് കേസ് കൊടുക്കുകയും അബ്ദുൽ ഹക്കീമിന് അവിടെ ട്രാവൽ ബാൻ ഉണ്ടാകുകയും ചെയ്തു. ഈ ട്രാവൽ ബാൻ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അബ്ദുൽ ഹക്കീം കിക്കിൽ ലൈവ് പോയി. അപ്പൊ എല്ലാ ദിവസവും കിക്ക് ലൈവ് പോകുന്നതിന് ഒരു സ്റ്റോറി ഇടും. ഗോയിങ് ലൈവ് ഓൺ കിക്ക് എന്നുള്ളത് ലൈവിൽ സ്റ്റോറി ഇടും. അന്നത്തെ അവനുമായിട്ടുള്ള എനിക്ക് പ്രശ്നം നടക്കുക കാരണം ഞാൻ ഒന്ന് അവനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കിക്കിൽ ലൈവ് പോകുന്ന സ്റ്റോറി ഇടുകയും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ലൈവിൽ പോവുകയും ചെയ്തു. എനിക്ക് വന്ന ലൈവിൽ ഒരു 50 ആൾക്കാരുടെ വ്യൂസ് ഉണ്ട്, അവനൊരു 50 ആൾക്കാരുടെ വ്യൂസ് ഉണ്ട്. എന്റെ കുറച്ച് ഫോളോവേഴ്സ് അവിടെ പോയിട്ട് ഇടയ്ക്ക് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവരെ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, എന്നെയും കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ കിക്ക് ഗോ ലൈവ് എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കറിയാം, ഒരൊറ്റ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്ലി ലൈവ് ആണ്. സോ ഈ ലൈവ് ഇതിനിടയ്ക്ക് ലൈവിന് വരും, ലൈവ് ഓഫ് ആക്കും, പിന്നെ ഈ ലൈവിൽ വരും, ലൈവ് ഓഫ് ആക്കും, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അബദ്ധത്തിൽ എപ്പോഴും ഇവന്റെ കൈ തട്ടി ലൈവിൽ പോയി. ലൈവ് പോകുന്ന നേരത്തെ തന്നെ എന്റെ ഫോളോവേഴ്സ് പറയുന്നുണ്ട് ഹക്കീം ലൈവിലാണ്, പക്ഷെ അവൻ മനസ്സിലാക്കി തന്നെ ലൈവിലാണ്. കാരണം ഫോൺ എടുത്തിട്ട് കുറെ പെൺകുട്ടികളെ വിളിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓരോ പ്രസംഗിക്കുന്ന ആള് പറയുകയാണ്, മറ്റേ അവള് വരുമെന്ന് പറഞ്ഞിട്ട് തന്നില്ല, അവളെ എനിക്ക് ഇന്നത് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല, പിന്നെ വേറൊക്കെയുണ്ട് അവളെ വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വേറെ ആരെയും ഫോണിൽ വിളിച്ചിട്ട് അബ്ദുൽ ഹക്കീം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇതേപോലെ ഈ ഒരു MDMA ഉപയോഗിക്കുന്ന ഒരു ബോംബ് പോലത്തെ ഒരു സാധനത്തിനകത്ത് MDMA കത്തിച്ചിട്ട് പുള്ളിക്കാരൻ മരിക്കുന്നത് കിട്ടിയത്. MDMA തന്നെയായിരുന്നു. കാരണം ഈ ഡ്രഗിനെ കുറിച്ച് നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ആ ഡ്രഗ് പല രീതിയിൽ ഉപയോഗിക്കുന്നതിനകത്ത് ഒരു രീതി മാത്രമാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ പറയുന്ന സാധനം ഇവൻ അബദ്ധത്തിൽ സംഭവിക്കുന്നു. എന്റെ കുറെ സബ്സ്ക്രൈബേഴ്സ് അതിനകത്തുണ്ടായിരുന്നു, അവരെന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്തു. ഞാൻ ആ ലൈവിൽ തന്നെ അവരോട് പറഞ്ഞു, ഈ ലൈവ് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ആ ലൈവിലുള്ള ആൾക്കാരോട് പറഞ്ഞു നമ്മുടെ വെബ്സൈറ്റിലുള്ള സ്നേഹം പറക്കട്ടേക്കകത്ത് പോയി കഴിഞ്ഞാൽ എന്റെ കോൺടാക്ട് കിട്ടും. സ്നേഹക്കകത്ത് പോയി ഈ പറയുന്ന സ്നേഹം പറക്കട്ടേക്കകത്ത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ നമ്പർ കിട്ടി, നമ്പറിനകത്ത് വീഡിയോ കിട്ടുക, ആ വീഡിയോ നമ്മൾ ഔട്ടാക്കുകയും ചെയ്തു. ഇതാണ് അതിനകത്ത് സംഭവിച്ചത്. യഥാർത്ഥ മുഖം അതെ, ഊക്കൽ പ്രദേശം ഒരുമിച്ചായിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? അതിന് പിന്നെ സംഭവിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാർജയിലോട്ട് ഫ്രീ ചെയ്യാൻ വേണ്ടി നോക്കി. കാരണം എന്താ വെച്ചാൽ ഇവൻ തന്നെ പേടിച്ചു കേസ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഇവൻ എക്സിറ്റ് ആകാൻ വേണ്ടി നോക്കിയപ്പോൾ ഷാർജയിൽ ഓൾറെഡി ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രാരം വേണം, പിന്നെ പാസ്പോർട്ട് രജിസ്റ്റർ വിട്ടു. ഇതിനെ വിട്ടതിന് ശേഷം ഇവന് നിലവിൽ ദുബായിലെ ഡ്രഗിന്റെ കേസ് രജിസ്റ്റർ ആയിട്ടില്ല. കാരണം ഭയങ്കര പാടാണ് അവിടെ ഡ്രഗ് കേസ് രജിസ്റ്റർ ആയിട്ട്. കാരണം അവർക്ക് ഈ ഡ്രഗ് ഉപയോഗിച്ച ആളല്ല, ഡ്രഗ് അവന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് അവരുടെ ചോദ്യം.
അങ്ങനെ നിലവിൽ ഇപ്പോൾ ആൾ അബ്സ്കോണ്ടിങ് ആണ്. ആൾക്ക് സ്വന്തം ഫോൺ ഓണാക്കാൻ പറ്റുന്നില്ല. ഓണാക്കി കഴിഞ്ഞാൽ ഇവന് ഓൾറെഡി അബ്സ്കോറന്റ് ആയി. അപ്പൊ അത് കാരണം ഇവന് ഫോൺ ഓണാക്കാൻ പറ്റില്ല. ഫോൺ ഓണാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഇയാളുടെ അക്കൗണ്ട് ഇയാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ വേറെ ആൾക്കാർക്ക് വീഡിയോസ് അയച്ചു കൊടുത്തിട്ട് കൂട്ടുകാരുടെ ഉപയോഗിക്കുന്ന അക്കൗണ്ടിലാണ് ഇയാൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ കാസ്റ്റ് മീഡിയ എന്ന് പറയുന്ന ഒരു പേജിനകത്ത് ഇയാള് അല്ലല്ല, ഇത് വേറെ ഇയാളുടെ ഒരു കൂട്ടുകാരുണ്ട്, പേര് പറയുന്നത്. അയാളാണ് ഇപ്പൊ അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നിലേക്ക് അങ്ങനെയാണ്. ഇയാൾ അറസ്റ്റഡ് ആയിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളെല്ലാം അറസ്റ്റഡ് ആണെന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ നമ്മളുടെ ദുബായിലുള്ള കുറച്ച് ടീമുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ റെസ്പോണ്ടിങ് ആണ്. ഇപ്പൊ റെസ്പോണ്ടിങ് ആണ്. അവർക്ക് ഫോൺ ഉപയോഗിക്കാൻ ഫോൺ ഓണാക്കാനോ പറ്റുന്നില്ല. പുതിയൊരു കഥ പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരന്റെ ഫോണിന്റെ ഡിസ്പ്ലേ പോയതുകൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ഇത്രയും മാറിയത്, അല്ലാതെ വേറെ റെസ്പോണ്ടിങ് ഒന്നും അല്ലതാണ് പുള്ളിക്കാരന്റെ കഥ. അനാക്ഷായ വലിയ രീതിയിൽ താങ്കൾ തുറന്നു കാട്ടി, അതാണോ താങ്കളുടെ അക്കൗണ്ട് പോകാനുള്ള? അതെ, ഹനാൻഷാന്റെ PR ടീം ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള PR ടീമാണ്. നമ്മൾ യൂട്യൂബിനകത്ത് ആദ്യം ഇട്ട വീഡിയോ തന്നെ വിത്തിൻ സെക്കൻഡ്സിനുള്ളിലാണ് പോയത്. ഹറാസ്മെന്റ് ആൻഡ് ബുള്ളിങ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു വീഡിയോ ടേക്ക് ചെയ്തത് ആദ്യത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോ ഇട്ടപ്പോൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന് എതിരെ ആണെന്ന് പറഞ്ഞിട്ട് അത് റിമൂവ് ചെയ്തു. ഈ ഹനാൻഷാന്റെ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് 10 ദിവസത്തിലേറെ 90,000 ഫോളോവേഴ്സ് ഉള്ള റെക്കോർഡ് ഉണ്ടായിരുന്നത്. അത് ഇവരടിച്ചു പറഞ്ഞു. ഇവരുടെ സത്യങ്ങളൊന്നും പുറത്തു വരരുത്. ഇപ്പൊ ഈ വീഡിയോ തന്നെ സംസാരിക്കുന്നതിനകത്ത് ഇയാളുടെ പേര് പറഞ്ഞാലോ ഇയാളെ ഫോട്ടോ വെച്ച് കഴിഞ്ഞാലോ ഈ വീഡിയോയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതാണ് തരത്തിലുള്ള ഒരു സ്വപ്നം. ഈ സൈബർ സ്പേസ് കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് നമുക്ക് വിചാരം. ഈ ഹനാൻഷാ എന്ന് പറയുന്ന ആൾക്ക് മറ്റൊരു മുഖമുണ്ട്, ഈ കാണുന്ന മുഖമല്ല. ഹനാൻഷാ ഓഫ്കോഴ്സ് ഞാൻ പറയാം. നന്മ മല്ലു എന്ന് പറയുന്ന ഒരു കുട്ടി വളരെ ഉച്ചവർഗനായിരുന്നു. അവൻ ഹനാൻഷയ്ക്കെതിരെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്തു പറഞ്ഞത് ഈ പയ്യൻ 4 മില്യൺ ഫോളോവേഴ്സ് ഹനാൻഷ എന്ത് ചെയ്തു എന്ന് പറയട്ടെ. എതിരെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഹനാൻഷയുടെ ഷോസിനകത്ത് ആൾക്കാരെ വരുന്നത് അടുത്തുള്ള സ്കൂളുകളിൽ ചെന്നിട്ട് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കൊടുത്തിട്ടാണ് ക്രൗഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു അക്യൂസേഷനാണ് പയ്യൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, അവനൊരു കാര്യം നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൽ എന്തും ആൾക്കാരെ കുറിച്ച് പറയാന്ന് പറഞ്ഞതിന് അങ്ങനെ രീതിയിൽ ആ പയ്യന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടതിന് ഇവൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന്റെ ഫോട്ടോ എടുത്തിട്ട് 4 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളുടെ സ്റ്റോറി ഇട്ടിട്ട് ഇവരെ തെളിവിളിച്ചിട്ട് ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഇവൻ ചെയ്തു. ഇൻഡയറക്ട്ലിയാണ് തെളിവിക്കുന്ന പാട്ടിട്ടത്. അതിനുശേഷം ഇവൻ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവന്റെ വ്യക്തികളിൽ ഫാൻസുകാരും എന്ത് ചെയ്യുന്ന പറഞ്ഞിട്ട് ആ പയ്യന്റെ മുഖം വെച്ചിട്ട് 10,000-10,000 ബമ്പിൾ അക്കൗണ്ട്സ് ഉണ്ടായി. എന്നിട്ട് ഇവൻ സ്കാമർ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ആ അക്കൗണ്ടിനകത്തൂടെ പല രീതിയിലുള്ള മെസ്സേജ് പല പെൺപിള്ളേർക്ക് അയച്ചു. ഇത് ചെയ്ത വ്യക്തിയാണ് ഹനാൻഷ. മലപ്പുറത്ത് ആൾക്കാർക്ക് ഇയാൾ കണ്ട ദൈവമാണ്. രണ്ടും ഒരുമിച്ച് നടക്കുന്ന തെറ്റുകാരനാണെങ്കിൽ തെറ്റുകാരനായിട്ട് ചെയ്യുക. അതിന്റെ ഇടയ്ക്ക് വിശ്വസ്തത. ഈ എന്റെ കാസറ്റെ പോലെയുള്ള അക്കൗണ്ടുകളിലേക്കൊക്കെ ഒരുപാട് പേര് അവർക്ക് നീതി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ച് പല കാര്യങ്ങളും പറയുന്നത്. ഇവിടെ നീതി കിട്ടാനാണെങ്കിൽ കോടതി പോവുക, അല്ലാതെ ഒരു പേജിൽ പോയി കഴിഞ്ഞിട്ട് മറ്റൊരാളെ ഡീഫീം അല്ല ചെയ്യുന്നത്. ഇപ്പൊ ഞാനും അയാളോട് ചെയ്യുന്ന കോണ്ടന്റ് സിമിലർ ആണ്. പക്ഷെ ഞാൻ തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ 2 വ്യക്തികൾ തമ്മിലുള്ള കൺസെൻഷ്യൽ ആയിട്ടുള്ള ചാറ്റുകളോ അല്ല ഞാൻ കാണിച്ചിട്ടുള്ളൂ. സ്കാമുകളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ സംസാരിച്ചത് വ്യക്തിഹത്യയല്ല. ചെയ്ത കാര്യങ്ങളും ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്കാമുകളും എക്സ്റ്റോർഷനുമാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത്. ഇപ്പൊ പേഴ്സണലി എനിക്ക് സംസാരിക്കണമെങ്കിൽ വാട്സപ്പ് എനിക്ക് എടുത്ത് വെച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ഈ പണ്ടെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ സാധനം എനിക്ക് ഒന്ന് കാണിച്ചാൽ മതി. ഇവിടെ നമ്മളിപ്പോഴും ഇപ്പൊ ഹനാൻഷാനാണെങ്കിൽ വ്യക്തിഹത്യയല്ലേ ചെയ്യുന്നത്. ചെയ്ത കാര്യങ്ങൾ അക്കൗണ്ടബിലിറ്റി ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടബിലിറ്റി എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയയില് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. പാരമ്പര്യാണെങ്കിലും ഹക്കീമിനാണെങ്കിലും ഷെയർ ചെയ്യുകയാണ് പല കാര്യങ്ങളും. അത് സേഫാണ്? ഒരിക്കലല്ല, അതിന് സേഫാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ എന്റെ അടുത്തൊരു ആലിഗേഷൻ ഒരു വ്യക്തി പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ അതിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുകയോ ചെയ്യാറില്ല. ഇപ്പോ ലീഗൽ പരമായിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയം എനിക്ക് സംസാരിക്കാൻ തെറ്റില്ല. കാരണം പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് FIR പോലത്തെ സാധനങ്ങൾ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ചെയ്യാവൂ. പിന്നെ ഒരാളെ കുറിച്ച് ഇപ്പോ ഞാൻ ഒരു രീതിയിലുള്ള ഒരു കോണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും ആൾക്കാർ അയച്ചു തരും. ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് നമുക്ക് അയച്ചു തരുന്നത്. ഇയാളെങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പറ്റിക്കുന്നതും പോകുന്ന എക്സ്റ്റേണിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ കോണ്ടന്റ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പം ഇത് സേഫ് അല്ല, ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഈ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സെൻസിറ്റീവ് കോണ്ടന്റ്സ്. ഇപ്പൊ ആരെ കുറിച്ച് കുൽസിതങ്ങളും അമിതങ്ങളും കിട്ടാത്തത് സോഷ്യൽ മീഡിയ. എല്ലാവർക്കും ആരും ഈ നാട്ടുകളിൽ മാന്യന്മാരോ മറ്റേ ഒന്നും തെറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനത്തെ ഉള്ള കോണ്ടന്റ് വെച്ചിട്ട് ചെയ്യുക. ഇതിനകത്തുള്ള പ്രശ്നം ഇപ്പൊ ഇതിനകത്ത് നടന്നത് ഇപ്പൊ പെപ്പയുടെ കാര്യത്തിലാണെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് മാത്രമേ ഉള്ളൂ. പെപ്പയും അവളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കുറച്ച് സംസാരത്തിന്റെ സ്ക്രീൻഷോട്ട് മാത്രം തെളിവുകളായിട്ടുള്ളതായിരുന്നു. അല്ലാതെ വേറെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല. ഈ പറയുന്ന ചാറ്റുകൾ തെളിവുകളാക്കി
ഈ പറയുന്ന സിനിമയുടെ പ്രൈം ടൈം സെയിൽ എന്ന് പറയുന്ന സമയത്ത് എക്സ്ട്രോഷന് വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നു. ഇതുപോലെ എത്ര എണ്ണം മുമ്പ് നടന്നിട്ടുണ്ടാവാം. ഇതിപ്പോ ഒരു വിഷയം നമ്മളിത് അറിഞ്ഞു, ഇതുപോലെ ആരൊക്കെ ചെയ്യുന്നുണ്ടാകാം. എല്ലാ ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു പവറുണ്ട്. ഒരു വലിയ മാഫിയക്കെതിരെയാണ് നിങ്ങൾ സംസാരിച്ചത്. അതെ, അതുകൊണ്ടാണ് ഇപ്പോ അക്കൗണ്ട് പോലും ഇല്ലാതെ ഭീഷണിയില്ലേ? ഭീഷണിയുണ്ട്, നല്ല രീതിയിലുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ പഴമ്പള്ളിയിലെ ഒരു സ്ഥലത്ത് നമ്മളെ വിളിച്ചു വരുത്തി. അപ്പൊ നമ്മളെ കൂടെ ആളുകൾ കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റാതായിരിക്കും. അപ്പോ അതുകൊണ്ട് ജീവന് ഭീഷണിയുണ്ടോ? ചെറുതായിട്ട് അവരുടെ ഭാഗത്തു നിന്നാണ് ഇതിപ്പോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസിൽ പരാതി നൽകി. നമ്മള് SP-യുടെ ഓഫീസിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പോലീസുകാരെ കയറ്റി ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ വിപ്ലവം വിജയിക്കട്ടെ എന്താണല്ലേ? അപ്പം ഇനി എന്താണ് തീരുമാനം? ഇനി ഒരു പ്രസ് മീറ്റിംഗിന്റെ പ്ലാൻ ഉണ്ട്. അതിന് മുമ്പേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് ഇതേപോലുള്ള മാധ്യമങ്ങളിലൂടെ ഒന്ന് പറയണമെന്നുണ്ട്. കാരണം ഒരു സിൻഡിക്കേറ്റിനെതിരെ പ്രവർത്തിക്കാതിരുത്ത് നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ വോയിസ് കട്ട് ചെയ്യാനുള്ളതാണ്. നിങ്ങളെ പോലുള്ള ആൾക്കാരുണ്ടായതുകൊണ്ട് അത് ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചു. അല്ല, അതുപോലെ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ അവരൊക്കെ പോലീസിലൊക്കെ പരാതി കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശങ്ങൾ കിട്ടാത്തത് കൊണ്ടാവാം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഹക്കീമിനെ പോലുള്ള ആൾക്കാരെ ബന്ധപ്പെടുന്നത്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്? സ്വന്തം ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാലോ എനിക്കാണെങ്കിലോ വേറെ ആർക്കാണെങ്കിലോ നമ്മൾക്ക് കേസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ ലീഗലി വയബിൾ ആയിട്ടുള്ള സാധനമാണെങ്കിൽ ലീഗൽ മാർഗത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അല്ലാതെ ലീഗലായിട്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇതിന്റെ പുറകെ ഒളിച്ചു വെക്കണം, ഇത് ഈ ഇൻഫർമേഷൻ തന്നത് ഞാനാണെന്ന് അറിയരുത് എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് എടുക്കാതിരിക്കുക. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിഫമേറ്ററി ആണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ മടത്തരം ചെയ്യാതെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവരും ആ പറയുന്ന ഇൻഫർമേഷൻ മേളിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ നീതി തേടി പോകേണ്ട കാര്യമില്ല. ഇവിടെ കൃത്യമായ ഒരു നിയമ സംവിധാനമുണ്ട്, പോലീസുണ്ട്. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടെ ഫലം കിട്ടിയില്ലെങ്കിൽ ആ പോലീസ് സ്റ്റേഷന്റെ ഉന്നത അധികാരിയുണ്ട്, DYSP ഉണ്ട്, അല്ലെങ്കിൽ ACP ഉണ്ട്, കമ്മീഷണറുണ്ട്, SP ഉണ്ട്, അതിനു മുകളിൽ ആഭ്യന്തര മന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇവർക്കൊക്കെ പരാതി നൽകാം. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു നീതി ലഭിക്കും. അല്ലാതെ ഇത്തരം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആൾക്കാർ സോഷ്യൽ മീഡിയ ജഡ്ജ് എന്ന് വേണം അവരെ നമ്മൾ അഭിസംബോധന ചെയ്യാൻ. അങ്ങനെയുള്ളവരുടെ പോകണ്ട, കൃത്യമായ പോലീസിന്റെ അടുത്തേക്ക് പോവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നാളെ ഏത് രീതിയിലാവുന്ന കാര്യം സംശയമാണ്. ഇതുപോലെ ആന്റണി പെപ്പയ്ക്ക് സംഭവിച്ച പോലെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ കയ്യിൽ പണം തട്ടാൻ പോലും ഇവർ മടിക്കില്ല. സ്നേഹം പറയട്ടെ.